ഒരു വ്യക്തി പെട്ടെന്ന് ടൈപ്പ് 2 പ്രമേഹ ബാധിതനാകുന്നത് പാൻക്രിയാസ് ക്യാൻസർ ലക്ഷണമായേക്കാമെന്ന പഠനങ്ങൾ പുറത്തുവന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ് പഠനം പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്തരം പ്രമേഹ ബാധിതർക്ക് പാൻക്രിയാസ് ക്യാൻസർ ബാധയ്ക്കുള്ള സാധ്യത 3 ഇരട്ടി വരെ കൂടുതലാണെന്ന് പഠനം പറയുന്നു. പലപ്പോഴും വൈകി കണ്ടെത്തുന്നതുകൊണ്ട് തന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്താനുള്ള സാധ്യത കുറവുള്ള വിഭാഗത്തിലാണ് പാൻക്രിയാസ് ക്യാൻസർ. നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജേണലിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് മെഡിക്കൽ ഹെമറ്റോ ഓങ്കോളജി ഡോക്ടർ അരുൺ ഫിലിപ്പാണ്. ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹ രോഗികളിൽ ഈ പാൻക്രിയാറ്റിക് ക്യാൻസർ വരാനുള്ള റിസ്ക് കുറച്ച് കൂടുതലാണെന്നാണ് പല പഠനങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പഠനങ്ങളെല്ലാം ഈ പ്രമേഹ രോഗികളിൽ CA-19-9 ടെസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാമോ, അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ക്യാൻസർ നേരത്തെ കണ്ടെത്താൻ ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉപയോഗിക്കാമെന്നുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലും അതിനും പൂർണ്ണമായിട്ടൊരു ധാരണ ഇപ്പോഴും നമ്മുടെ സയന്റിഫിക് ഗൈഡ് ലൈൻസിലൊന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്ക്രീനിങ് വഴി കണ്ടെത്താൻ പറ്റുന്ന ഒരു ക്യാൻസറിൽ ഇപ്പോഴും പാൻക്രിയാറ്റിക് ക്യാൻസർ വന്നിട്ടില്ല. പ്രമേഹ രോഗികളിൽ പാൻക്രിയാറ്റിക് ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ്. അത് ഇതെങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? അപ്പൊ നമുക്കറിയാം പാൻക്രിയാറ്റിക് സെൽസിൽ നിന്നാണ് ഇൻസുലിൻ ഉണ്ടാകുന്നത്. അപ്പൊ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയാണ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാകുന്നത്. ഇൻസുലിൻ നമുക്കറിയാം ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ഷുഗറിന്റെ അളവ് കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ഇൻസുലിനാണ്. അപ്പോൾ ഇൻസുലിന്റെ ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അഭാവം മൂലമാണ് പലപ്പോഴും നമുക്ക് ഈ പ്രമേഹ രോഗം ഉണ്ടാകുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാൻക്രിയാറ്റിക് ഗ്രന്ഥിയിൽ എന്തെങ്കിലും ഒരു ട്യൂമർ വരുമ്പോൾ ഷുഗർ വരാനുള്ള, പ്രമേഹം വരാനുള്ള ചാൻസ് കൂടുതലാണെന്നും, അല്ലെങ്കിൽ പ്രമേഹമുള്ള ഒരാൾക്ക് പാൻക്രിയാറ്റിക് ഗ്രന്ഥിയിൽ ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാണെന്നും പല ഹൈപ്പോത്തിസിസ്, അതായത് അങ്ങനെ ഒരു തിയറി പണ്ട് മുതലേ ഉള്ളതാണ്. പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും വളരെ എന്താ പറയുക, ഡെഫിനിറ്റീവ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റില്ലെങ്കിലും പല സ്റ്റഡീസിലും പല പാശ്ചാത്യ രാജ്യങ്ങളിൽ നടക്കുന്ന പല പഠനങ്ങളിലും കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രമേഹ രോഗികളിൽ പ്രമേഹം ഇല്ലാത്ത ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ പാൻക്രിയാറ്റിക് ക്യാൻസർ വരാനുള്ള റിസ്ക് കുറച്ച് കൂടുതലാണെന്നാണ്. തന്നെയല്ല, പാൻക്രിയാസും പ്രമേഹമായിട്ടുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ പാൻക്രിയാറ്റിക് ക്യാൻസർ വന്നതിന് ശേഷം പ്രമേഹം വരുന്നതാണോ അതെയോ പ്രമേഹം വന്നതിനെ കൊണ്ടാണോ പാൻക്രിയാറ്റിക് ക്യാൻസർ വന്നത് എന്നുള്ളൊരു ഒരു കോൺട്രവേഴ്സി ഇപ്പോഴും ഉണ്ട്. പല പഠനങ്ങളും കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാൻക്രിയാറ്റിക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നതിന് 1-2 കൊല്ലം മുമ്പാണ് പലർക്കും പ്രമേഹം ഡയഗ്നോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ക്യാൻസർ വന്നതിന് ശേഷമാണ് പലർക്കും പ്രമേഹ രോഗം ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധം ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും കണക്കാക്കപ്പെടുന്നത്. പക്ഷേ അതിന്റെ തോത് എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴും വളരെ കറക്റ്റ് ആയിട്ട് നമ്മുടെ സയന്റിഫിക് ഇതിൽ നിന്ന് നമുക്കൊരു ഇൻഫർമേഷൻ ഇല്ല. എന്തായാലും പ്രമേഹ രോഗികളിൽ ഇതിന്റെ റിസ്ക്, പാൻക്രിയാറ്റിക് ക്യാൻസർ റിസ്ക് കൂടുതലുണ്ട് എന്നുള്ളൊരു തിയറിയുടെ ബേസിസിലാണ് പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ സ്ക്രീനിങ് ടെസ്റ്റുകളിൽ പ്രമേഹ രോഗികളിൽ ചെയ്യുന്നത്. പാൻക്രിയാറ്റിക് ക്യാൻസർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് എല്ലാം ഇപ്പൊ പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്. മുൻകരുതൽ എന്നുള്ള രീതിയിൽ എടുക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഈ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് എല്ലാം നമുക്ക് റുട്ടീനായിട്ട് സ്റ്റാൻഡേർഡ് ലബോറട്ടറികളിലെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഫെസിലിറ്റി ഉള്ളപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രമേഹ രോഗികൾ അത് ചെയ്തു നോക്കുന്നതുകൊണ്ട് തെറ്റില്ലായിരിക്കാം. ശാസ്ത്രീയമായിട്ട് വളരെയധികം പിൻബലം ഇല്ലെങ്കിലും അത് ചെയ്തു നോക്കാവുന്ന ഒരു സംഗതിയാണ്. ഈ പാൻക്രിയാസിനെ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ അത് മറ്റവയവങ്ങളിലേക്ക് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പാൻക്രിയാറ്റിക് ക്യാൻസർ മറ്റ് ക്യാൻസറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് വളരുന്ന ടൈപ്പ് സെല്ലുകളാണ്. 85% പാൻക്രിയാറ്റിക് ക്യാൻസർ സെല്ലുകളും ഒരു അഗ്രസീവ് ബിഹേവിയറുള്ള ടൈപ്പാണ്. ഒരു 15% വളരെ മൈൽഡായിട്ട് പോകുന്ന തരം പാൻക്രിയാറ്റിക് ക്യാൻസറുകളുമുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന ഒരു നല്ല മെജോറിറ്റിയും ഈ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് വളരുന്ന ടൈപ്പ് ക്യാൻസർ സെല്ലുകളാണ്. അത് അടുത്തുള്ള അവയവങ്ങൾ, ലിവർ, ബോൺ അല്ലെങ്കിൽ ലങ്സിലേക്കെല്ലാം സ്പ്രെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്രയും നേരത്തെ അത് കണ്ടെത്തണം എന്ന് പറയുന്നതിന്റെ ഒരു അടിസ്ഥാനം. കാരണം എന്താ വെച്ചാൽ ലേറ്റ് ആവും തോറും മറ്റവയവങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ സ്റ്റേജ് മാറും. അത് 4ാമത്തെ സ്റ്റേജിലേക്ക് ആയെന്ന് പറയും. അപ്പോൾ 4ാമത്തെ സ്റ്റേജിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്യാൻസർ, ഈ പാൻക്രിയാറ്റിക് ക്യാൻസർ ഗുണപ്പെടുത്താൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് ഗുണപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്റ്റേജിലായിരിക്കണമെങ്കിൽ അത് ഇനീഷ്യൽ സ്റ്റേജസിൽ നേരത്തെ തന്നെ കണ്ടെത്തുന്ന ഒരു സ്റ്റേജിലാണ് അത് പറ്റുള്ളൂ. അപ്പൊ സമയം വൈകുന്നതോറും മറ്റ് അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ജീവിതശൈലി രോഗമാണോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ വരുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ഒരു രോഗമായിട്ടാണോ പാൻക്രിയാസിനെ ഐഡന്റിഫൈ ചെയ്തത്? അപ്പോൾ
ഏതൊരു ക്യാൻസർ പോലെ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്യാൻസറിനും ജീവിതശൈലിയായിട്ട് ഒരു ബന്ധമുണ്ടെന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത്. കുട്ടികളിൽ വരുന്ന ക്യാൻസറുകൾ ഒഴിച്ചാൽ ഈ മുതിർന്നവരിൽ വരുന്ന എല്ലാ ക്യാൻസറുകൾക്കും ജീവിതശൈലിയുമായിട്ടൊരു ബന്ധം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പാൻക്രിയാറ്റിക് ക്യാൻസർ തീർച്ചയായിട്ടും ജീവിതശൈലിയുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു ക്യാൻസറാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹാബിറ്റ്സ്, സ്മോക്കിംഗ്, പുകവലി അല്ലെങ്കിൽ പുകയിലയുടെ ഉപയോഗം പാൻക്രിയാസ് ക്യാൻസറിന്റെ റിസ്ക് വളരെയധികം കൂട്ടുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം, എല്ലാവരും പുകയില എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ലങ് ക്യാൻസർ ആണ് മനസ്സിലേക്ക് ഓടി എത്തുന്നത്. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് പുകയില അല്ലെങ്കിൽ പുകവലി കാരണം ഉണ്ടാകുന്ന ക്യാൻസറുകൾ ലങ് ക്യാൻസറും വായിലുള്ളിലുണ്ടാകുന്ന ക്യാൻസറുകളൊക്കെയാണ്. ആ ലിസ്റ്റിൽ പാൻക്രിയാസും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ സ്മോക്കിംഗ് ഡെഫിനറ്റ്ലി പാൻക്രിയാറ്റിക് ക്യാൻസറിന്റെ റിസ്ക് വളരെയധികം കൂട്ടുന്ന ഒരു ഹാബിറ്റാണ്. അത് കൂടാതെ വ്യായാമക്കുറവ് അല്ലെങ്കിൽ അമിതവണ്ണം, ഇതെല്ലാം പാൻക്രിയാറ്റിക് ക്യാൻസറിന്റെ റിസ്ക് താരതമ്യേന കൂട്ടുന്നതായിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി, നമ്മളുടെ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ വളരെ സെഡൻഡറി ആയിട്ട്, അതായത് വ്യായാമത്തിന്റെ കുറവ് നല്ലൊരു ശതമാനം പോപ്പുലേഷനിലും ഉണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പൊ ഈ വ്യായാമക്കുറവ് കൊണ്ട് എന്താ പറയുക, ഇതുപോലെ പാൻക്രിയാറ്റിക് ക്യാൻസർ പോലെ പലതരം ക്യാൻസറുകൾക്കും റിസ്ക് വളരെയധികം കൂടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിനെല്ലാം ഒരു സയന്റിഫിക് ബേസ് ഉണ്ട്, ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനമുണ്ട്. അപ്പൊ വ്യായാമം, അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വ്യായാമത്തിലാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശക്തി മെയിൻറ്റെയിൻ ആവുന്നത് അല്ലെങ്കിൽ പ്രതിരോധ ശക്തി ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രതിരോധ ശക്തി കുറയുമ്പോൾ, ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ തന്നെ ഇതുപോലെ പല ക്യാൻസറുകളും തലപൊക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ജീവിതശൈലി രോഗമാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ഘടകങ്ങളാണ് പ്രോബ്ലം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.